മരുമകളൊക്കെ വന്നില്ലേന്നും ഇനി നിങ്ങക്ക് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്ക. പണികളൊക്കെ അവള് ചെയ്യുമല്ലോ. ആര് വന്നാലും ഞാൻ ചെയ്യണ പണി ഞാൻ തന്നെ ചെയ്യും. അതിപ്പോ വേറെ ആരെയും ഏൽപ്പിക്കൊന്നുമില്ല ഞാൻ. അല്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ. ചെക്കൻ എന്നാലും ഇങ്ങനെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല. വല്ലാത്തൊരു ചെയ്ത്തായി പോയത്. ആ ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കും പോലെ വേണമെന്ന് പറഞ്ഞാൽ നടക്കണ്ടേ. അവനക്ക് ഇതായിരിക്കും യോഗം. ഒരു കണക്കിന് നോക്കുമ്പോ ഇതൊക്കെ തന്നെ നല്ലത്. ഇതാകുമ്പോ ചെലവില്ലാലോ. ഇന്നത്തെ കാലത്ത് ഒരു കല്യാണമൊക്കെ നടത്താന്ന് പറഞ്ഞ നിസ്സാര കാര്യമാണ്. കാശ് എത്ര ചെലവാകും പറഞ്ഞിട്ടാണ്. പെണ്ണിന്റെ വീട്ടുകാരെക്കാളും ചെലവ് കൂടുതലാണ് ചെക്കന്റെ വീട്ടുകാർക്ക് പറഞ്ഞ പോലെയാണ്. എങ്ങനെ ഉണ്ടെന്നിട്ട് മരുമകള് സ്വഭാവമൊക്കെ നന്നാ? ആ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കേറിയിട്ടല്ലേ ഉള്ളൂ. പെണ്ണിന്റെ വീടും കുടുംബൊക്കെ ഒക്കെ അന്വേഷിച്ചാ നിങ്ങള്? ഞാൻ അതൊന്നും അന്വേഷിക്കാൻ നിന്നില്ലടി. അവൻ ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ടുവന്നത് തന്നെയല്ലേ. അപ്പൊ ഇനി നല്ലതാണെങ്കിലും കെട്ടതാണെങ്കിലും അവൻ സഹിക്കന്നെ വഴിയുള്ളൂ. പിന്നെ ഇപ്പൊ അന്വേഷിച്ചിട്ട് എന്താ കാര്യം? കല്യാണം കഴിഞ്ഞില്ലേ. എന്തായാലും നമ്മുടെ കൂട്ടരാണ്. അതിനെ വലിയ ഭാഗ്യം. ആ അതും ശരിയാണ്. ശരി എന്നാ ഞാൻ അങ്ങോട്ട് പോകാൻ നോക്കട്ടെ, പിന്നെ വരാം. ആ എന്തൊക്കെയാ പഠിച്ചോനെ ഈ വീട്ടിലുള്ളത്? ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന്, എ സി. അല്ലാ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഇനിയെങ്കിലും എനിക്ക് മനുഷ്യന്മാരെ പോലെ ജീവിക്കണം. അങ്ങനെ ഞാനും കുപ്പത്തൊട്ടിന്ന് കൊട്ടാരത്തിലെത്തി. എന്തായാലും കുറച്ചു നേരം എ സി ഇട്ടിട്ടിരിക്കാം. അല്ലാ ഇതിനെങ്ങനെ വർക്ക് ചെയ്യിക്കുക? ഞാനിത് അവിടെയും ഇവിടെ പിടിച്ച് ഞെക്കിയിട്ട് കംപ്ലൈൻ്റ് ആവുമോ? അല്ലെങ്കിൽ വേണ്ട, എൻ്റെ കഷ്ടകാലത്ത് നിന്ന് കേടും വന്നാലേ നാണക്കടാണ്. ഇക്ക വന്നിട്ട് ഇക്കാനത്ത് ചോദിക്കാം ഇതെങ്ങനെ വർക്ക് ചെയ്യിക്കാന്ന്. എന്തൊക്കെ ഒരു സാധനങ്ങളാ അവിടെ. പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് ഉപയോഗിക്കാൻ അറിയണ്ടേ? ടി വി ഒക്കെ നോക്ക്, എന്തൊരു വലുപ്പാണ്. അതിലൊരു സിനിമ കാണുന്നുണ്ട്. പക്ഷെ അതെങ്ങനെ ഓണാക്കാന്ന് അറിയണ്ടേ? ഇക്ക വന്നിട്ടുള്ളൂ. ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കാന്ന് എല്ലാം ചോദിച്ച് മനസ്സിലാക്കണം. നീ ഇതെവിടേക്ക് തുണികളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോണ്? ഞാൻ ഇതൊക്കെ ഒന്ന് കഴുകിയിട്ടേ പറഞ്ഞിട്ടാണേ. അതിന് വാഷിംഗ് മെഷീൻ ഉള്ളിലല്ലേ, നീ എന്തിനു പുറത്തേക്ക് പോണ്? അല്ല ഞാൻ കല്ലിൽ തിരുമ്പാ പറഞ്ഞിട്ടായിരുന്നു. ഈ പൊരി വെയിലത്തോ? അതൊന്നും വേണ്ട, നീ അതിൽ കൊണ്ടുപോയി തിരുമ്പിക്കോ. ആ അല്ലാ എനിക്കതിൽ തിരുമ്പാനും അറിയില്ലാരോ. എന്തേ? ഒന്നുമില്ല. എന്താ കാട്ടണ്? തിരുമ്പി കഴിഞ്ഞാ? ഇല്ലമ്മ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തിരുമ്പാ പറഞ്ഞിട്ടാണ്. ആ ആ എന്തിനാ അപ്പൊ ചെയ്യാനുള്ള പണിയൊക്കെ പിന്നേക്ക് ഈ പറഞ്ഞിട്ട് വെക്കണ്? അപ്പൊ അത് കയ്യോടെ ചെയ്തൂടെ? അതിന് അതിൽ തിരുമ്പാൻ എനിക്ക് അറിയണ്ടേ. അതെങ്ങനെ ഇവരുടെ അടുത്ത് പറയുക? നീ എന്താ ആലോചിക്കണ്? അല്ലമ്മ, വീട്ടിൽ ഇങ്ങനത്തെ വാഷിംഗ് മെഷീൻ അല്ലേ, അവിടെ വേറെ മോഡലാണ്. എനിക്ക് അതിൽ തിരുമ്പിട്ടേ ശീലമുള്ളൂ. ഇതെങ്ങനെ ഉപയോഗിക്കാന്ന് എനിക്ക് അറിയില്ല. ആ അത് ശരി. അപ്പൊ എന്നത് പറയണ്ടേ, അല്ലാണ്ട് മിണ്ടാണ്ടിരുന്ന ഞാൻ എങ്ങനെ അറിയാ? ആ ഇനിയിപ്പോ അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ. അപ്പൊ തൽക്കാലം ഞാൻ അവിടെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടേ, അതൊന്ന് പോയിട്ട് മിക്സിയിലിട്ട് അരച്ചു തന്നാ. അല്ലാ മിക്സിയിലോ? എന്തേ? ഒന്നുമില്ല. ആ എന്നാ വാ. നീ എന്താ മിക്സിന് ഇങ്ങനെയൊക്കെ നോക്കണ്? അരക്കാതെ. അല്ലമ്മ, ഇവിടുത്തെ മിക്സി എന്താ ഇങ്ങനെ? മിക്സി പിന്നെ ഇങ്ങനെ അല്ലാണ്ട് പിന്നെ വേറെ എങ്ങനെ ഉണ്ടാവുക? അല്ല, വീട്ടിലത്തെ ഇങ്ങനത്തെ അല്ല, അത് വേറൊരു ടൈപ്പാണേ. അതേത് ടൈപ്പ്? മിക്സിയൊക്കെ എല്ലാവിടെയും ഒരേപോലെ തന്നെ ഉണ്ടാകുക. നിനക്ക് അരയ്ക്കാൻ അറിയില്ലെങ്കിൽ അത് പറയേ, അല്ലാണ്ട് വെറുതെ മിക്സിനെ കുറ്റം പറയാൻ നിൽക്കണ്ട. അല്ലേ, വീട്ടിൽ ഇങ്ങനത്തെ പണികളൊക്കെ ഉമ്മ ചെയ്യലേ. ഞാനങ്ങനെ അടുക്കള പണിയൊന്നും ചെയ്യലില്ലേ. ആ അതൊന്നും സാരില്ല. എല്ലാവർക്കും ഇപ്പൊ എല്ലാ പണിയും ചെയ്യാൻ അറിയണ്ടേ. ഇതൊക്കെ ഞാൻ ചെയ്യാ. നീ ഇന്ന് അങ്ങോട്ട് പോയിട്ടേ ആ റൂമും ഹാളൊക്കെ ഒന്ന് അടിച്ചു തുടച്ചിട്. ആ അയ്യേ, ആകെ നാണക്കടായി. ഉമ്മ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവുകയാണാവോ? എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടാവും, അത് ഉറപ്പാണ്. ഇതൊന്നും എൻ്റെ വീട്ടിലില്ലാത്ത സാധനങ്ങളാണെന്നും ഞാൻ കഞ്ഞിക്കില്ലാത്ത വീട്ടിൽ നിന്ന് വന്നിക്കണെന്നൊക്കെ അറിഞ്ഞാലേ പിന്നെ എനിക്ക് ഇരിക്കണ്ട ഇവിടെ.
എന്തൊക്കെ പറഞ്ഞാലും നീ വീട്ടുകാരെ ധിക്കരിച്ചിട്ട് ഇറങ്ങി വരണ്ടായിരുന്നു. നീ ഇറങ്ങി വന്നപ്പോൾ നിന്റെ ഉമ്മാക്കും വാപ്പാക്കും എത്ര വിഷമായിട്ടുണ്ടാവും. ഇവിടെ ഇവനും എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞില്ലേ, പറഞ്ഞതാണെങ്കിൽ മുറപ്പടി വന്ന് പെണ്ണ് ചോദിക്കുമായിരുന്നു ഞാൻ. ഇതിപ്പോൾ വീട്ടുകാരനെയൊക്കെ വിഷമിപ്പിച്ചിട്ട് ഉമ്മ സമ്മതിച്ചില്ലെങ്കിലോ പറഞ്ഞിട്ടായിരിക്കും ഒക്കെ പറയാണ്ടിരുന്നിട്ടുണ്ടാവുക. ഞാനെന്താ സമ്മതിക്കാണ്ട്? ഞാൻ എപ്പോഴും അവൻ്റെ അടുത്ത് പറയലുള്ളതാണ്, നീ ഏത് പെണ്ണ് കാണിച്ചു തന്നാലും അതിനെ കെട്ടാൻ സമ്മതിക്കാന്ന്. പക്ഷെ എനിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ, കല്യാണം നല്ല അടിപൊളിയായിട്ട് നടത്തണമെന്ന്. എന്നിട്ട് എന്താ അവൻ എൻ്റെ അടുത്തൊന്നും പറയാണ്ടായി എന്നാണ്. ആ, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞില്ലേ. ഇനിയിപ്പോൾ നിങ്ങൾ രണ്ടാളും നല്ല സന്തോഷത്തിൽ കഴിഞ്ഞ് കണ്ടാൽ മാത്രം മതി എനിക്ക്. ഈ സന്തോഷം ഞാൻ മാത്രം കണ്ടാൽ പോരല്ലോ, നിന്റെ വാപ്പിയമ്മയും കൂടി കാണണ്ടേ. അതുകൊണ്ട് നാളെ നമുക്ക് അവനെയും കൂട്ടിയിട്ട് നിന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ഓ, അത് വേണ്ടമ്മ. എൻ്റെ വാപ്പ നിങ്ങൾ വിചാരിക്കും പോലത്തെ ആളൊന്നുമല്ല. ഞങ്ങൾ അങ്ങോട്ട് പോയാലേ ആകെ പ്രശ്നമാവുള്ളൂ. പ്രശ്നമൊന്നും ആവില്ല, നീ പേടിക്കണ്ട. ഞാൻ എൻ്റെ ആങ്ങളാരിനെ വിളിക്കാവാണെങ്കിൽ. ഉമ്മാനെ വാപ്പാനെ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു ജീവിതമൊന്നും വേണ്ട. അത് ശരിയാവില്ല. നീ പോയിട്ടൊരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. പുറമക്കാരൊന്നല്ലല്ലോ, സ്വന്തം മകളല്ലേ. അതൊക്കെ അവർ പുറത്ത് തരും. വേണ്ടമ്മ, ഞാൻ വരില്ല. എനിക്ക് നല്ല പേടിയുണ്ട്. നീ ഇങ്ങനെ പേടിച്ചാലോ? പക്ഷെ എന്താ ഒരു കഷ്ടം. ശരി, പോണ്ടെങ്കിൽ പോണ്ട. ആരാ മനസ്സിലായില്ല? ഫസീലില്ലേ ഇവിടെ? ആ, ഉണ്ട്. അവളുടെ ആരാ നിങ്ങള്? ഞാൻ അവളുടെ ഉമ്മയാണേ. അതെ. ആ, വരി വരി, ഇങ്ങോട്ട് ഉള്ളിലേക്ക് ഇരിക്കേ. ഇരിക്കേ. ആ, നിങ്ങൾ ഒറ്റയ്ക്കാ വന്ന്? വീട്ടിൽ നിന്ന് വേറെ ആരും വന്നില്ലേ? ഇല്ല. ആ, എന്നാ ഞാൻ അവളിനെ വിളിക്കാം. ആ, ഫസീല. ആ, ഇതാ നിന്റെ ഉമ്മ വന്നിരിക്കണോ? ഉമ്മേ അല്ലാ. നിന്റെ ഉമ്മ വന്നിരിക്കണോന്ന്? ആ, ഞാൻ ദാ വരുന്നു. ഈ ഉമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങട് വന്ന്? അവളവിടെ എന്തോ പണിയില്ലാ തോന്നുന്നുണ്ട്. എപ്പോ വരും. ആ, അവിടെ വീട്ടിലാരൊക്കെ ഉണ്ട്? വേറെ മക്കളുണ്ടോ നിങ്ങക്ക്? എനിക്ക് ഇവളുടെ താഴെ ഒരു ആൺകുട്ടിയും കൂടി ഉണ്ട്. ആ, ഇവളുടെ വാപ്പേ? മൂപ്പര് 2 കൊല്ലമായിട്ട് കിടപ്പിലാണ്. കൂലിപ്പണിയായിരുന്നോ? എല്ലാ പണിക്കും പോവും. ഈ പറഞ്ഞ പോലെ അന്ന് തെങ്ങിൽ തേങ്ങ ഇടാൻ പോയിട്ടേ അവിടുന്ന് വീണിട്ട് ഇടുപ്പിന് താഴെ തളർന്നു. അതെ. ഫസി, എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. സുഖമല്ലേ നിനക്ക് ഇവിടെ? അമ്മ ഇന്ന് ഇങ്ങോട്ട് വരി. നിങ്ങൾ അവിടെ നിന്ന് ഇരിക്കേ. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്റെ സമാധാനം കളയാൻ വന്നതാ. വീടും തപ്പിപ്പിടിച്ചിട്ട് വന്നിക്കാണ്. ഇങ്ങനെ കന്നിക്ക് വകയില്ലാത്ത ആൾക്കാരാണ് എൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞാലേ എനിക്കൊരു പട്ടിൻ്റെ വില ഉണ്ടാവില്ല. നീ എന്താടി ഇങ്ങനെയൊക്കെ പറയണ്? ഞാൻ നിന്റെ ഉമ്മയല്ലേ, എനിക്ക് പിന്നെ നിന്നെ കാണുന്നുണ്ടാവില്ലേ? നീ എവിടെയാണ് എന്താണെന്ന് ഒന്നും അറിയാണ്ട് നമ്മൾ എത്ര വിഷമിച്ചു എന്നറിയോ? അപ്പൊ ഞാൻ അവിടെ പേപ്പറിൽ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നതല്ലേ, എന്നെ ആരും അന്വേഷിക്കണ്ട, ഞാൻ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ പോവുകയാണെന്നുള്ളത്. പിന്നെ എന്താ അത്ര വിഷമിക്കാനുള്ളത്? എങ്ങനെ ഇപ്പൊ വീട് കണ്ടുപിടിച്ച്? നിന്റെ ഒരു കൂട്ടുകാരത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോ അവളാ പറഞ്ഞെന്ന്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചിട്ട് എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്റെ കഞ്ഞിയിൽ പാറ്റിടാനാ? അങ്ങനെയൊന്നും ഉണ്ടാവില്ലടി. പിന്നെ ഉണ്ടാവില്ല. ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരാ, അല്ലാണ്ട് നിങ്ങളെ പോലെ ദാരിദ്ര്യം പിടിച്ചവരല്ല. അല്ലാ, അതൊക്കെ എൻ്റെ അമ്മായിമ്മ പറഞ്ഞ തൂങ്ങിച്ചാകുക നല്ലത്. ഫസീല, എന്താ അത് കണ്ണൊക്കെ കലങ്ങിയിട്ടുണ്ടല്ലോ? മകളിനെ കണ്ട സന്തോഷത്തിലായിരിക്കും അല്ലേ? അവൾക്കൊക്കെ ഇവിടെ നല്ല സുഖാണ്. എന്തായാലും വന്ന സ്ഥിതിക്ക് മകളുടെ കൂടെ ഒരു ദിവസം നിന്നിട്ടൊക്കെ പോയാ മതി. എന്നാ ചായ കുടിക്കേ. ഉമ്മ അങ്ങനെയൊക്കെ പറയും. ഉമ്മാന്റെ കൂട്ടം കെട്ടി ഇന്ന് ഇവിടെ നിൽക്കൊന്നും വേണ്ട, എന്നെ പോയിക്കോളി.
എന്നാ എനിക്ക് പണിയാവും. ഉമ്മ നിങ്ങളുടെ അടുത്ത് അവിടുത്തെ വിശേഷങ്ങൾ ചോദിച്ചാലേ ഒന്നും പറയാൻ നിൽക്കൊന്നും വേണ്ട. നിങ്ങൾ ആരാന്റെ വീട്ടിൽ അടുക്കള പണിക്ക് പോണത് തന്നെയല്ലേ എത്ര വലിയ വിശേഷം. പറയാൻ മാത്രത്തിലുള്ള വിശേഷം. ഞാനൊന്നും പറയാൻ പോണില്ല. എന്നാലും ആരാന്റെ അടുക്കള പണിക്ക് നിന്നിട്ട് തന്നെയാണ് നിന്റെ താഴെയുള്ളതിനൊക്കെ വളർത്തിയത്. വളർത്തിയ കഥയൊന്നും പറയണ്ട നിങ്ങൾ. നേരെ വണ്ണം കഞ്ഞി കുടിക്കാൻ കിട്ടിയിട്ടുണ്ടോ? നല്ലൊരു ഡ്രസ്സ് വാങ്ങി തന്നിട്ടുണ്ടോ? കിടക്കാൻ നല്ലൊരു വീടുണ്ടോ? എന്നിട്ട് വളർത്തിയ കഥയും പറഞ്ഞോണ്ടിരിക്കുക. നമുക്കുള്ള പോലെയല്ലേ ചെയ്തു തരാൻ പറ്റുള്ളൂ. ന്യായീകരിച്ചോളി. ആ നരകത്ത് നിന്ന് ഞാൻ രക്ഷപ്പെട്ടതാണ്. ഞാനേ നല്ല സന്തോഷത്തിലാണ് അവിടെ കഴിയുന്നത്. എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വന്നിട്ടേ അതില്ലാണ്ടാക്കണ്ട. ഇല്ല കുട്ടേ, ഞങ്ങൾ വരുന്നില്ല. നീ സന്തോഷമായിട്ട് ജീവിച്ചോ. ഞങ്ങളുടെ ഇടയിൽ കയറി വന്നിട്ട് അത് ഇല്ലാണ്ടാക്കണില്ല. ഫസീല, ഉമ്മ വന്നതല്ലേ, നീ അടുക്കളയിൽ പോയിട്ട് ഉമ്മാക്ക് ഇഷ്ടമുള്ളത് എന്താ ഉണ്ടാക്കി കൊടുക്ക്. അതുപോലെ തന്നെ അവനെ വിളിച്ചിട്ടേ ഒരു കോഴി വാങ്ങിട്ട് വരാൻ പറ. ആ, നിങ്ങൾ എന്തിനാന്നും കരയണത്? നിങ്ങളുടെ മകൾക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല. എനിക്ക് പെൺകുട്ടികൾ ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഞാൻ ഇവളുടെ മകളായിട്ട് തന്നെ കാണുന്നത്. അതൊന്നും ആലോചിച്ചിട്ട് നിങ്ങൾ ഒന്നും കൊണ്ടും ബേജാറാവണ്ട. നിങ്ങൾ എന്തിനാ ഇങ്ങനെ അന്യ വീട്ടിൽ വന്ന പോലെ നിൽക്കണത്? നിങ്ങൾ അവിടെ ഇരുന്നോളി. ഞാൻ ഇന്ന് അടുക്കളയ്ക്ക് പോകാൻ നോക്കട്ടെ. ഫസീല, വാ നമുക്ക് അടുക്കളയത്തെ പണികൾ നോക്കുക. സമയമൊക്കെ ദാ പറയുമ്പോഴേക്കും പോകും. ആ, അമ്മ പോയിക്കോളി, ഞാൻ വരാം. പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലേ വേഗം ഇറങ്ങാൻ നോക്കിക്കോളെ. അതുപോലെ തന്നെ അടുക്കളയ്ക്കൊന്നും വരാൻ നിൽക്കണ്ട. ഇവിടെ തന്നെ ഇരുന്നാ മതി. ചോറാകുമ്പോഴേ ഞാൻ വന്ന് വിളിക്കാം, അപ്പൊ വന്നാ മതി. അല്ലാണ്ട് അവിടെ വന്നും കൊണ്ടുള്ള കഥകളൊന്നും വിളമ്പാൻ നിൽക്കണ്ട. വാപ്പ കിടപ്പിലാണ് അല്ലേ? കൊറേ ചികിത്സിച്ചെന്നിട്ട്. ഏ, ആ, കിടപ്പിലാണ്. എങ്ങനെ അറിഞ്ഞ്? ഉമ്മ പറഞ്ഞു കാര്യങ്ങളൊക്കെ. അതെ, എല്ലാം പറഞ്ഞു തന്നിട്ട്. ആ, പറഞ്ഞേ. ഉമ്മ ഇങ്ങനെ ഓരോ വീട്ടിലും പണിക്ക് പോയി നിന്നിട്ട് ആ കുടുംബം കഴിയണെന്നൊക്കെ പറഞ്ഞു. എന്താ കാട്ടണ്? പടച്ചോൻ ഓരോരുത്തർക്ക് ഓരോന്നൊക്കെ വിധിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെയല്ലേ നടക്കുള്ളൂ. നീ എന്താ ആലോചിക്കണ്? ഏ, ഒന്നുമില്ല. ഞാനിപ്പോ വരാം അമ്മ. വന്ന് കേറുമ്പോഴേക്ക് എല്ലാം ഊതി കൊടുത്തൂലേ. നിങ്ങളുടെ തരാ അവിടുത്തെ കഥകൾക്ക് ഇവിടെ വിളമ്പാൻ പറഞ്ഞത്. അതാ അവര് അവിടുത്തെ വിശേഷങ്ങൾ ചോദിച്ചപ്പോ പറഞ്ഞതാണ്. വിശേഷം ചോദിക്കുമ്പോഴേക്ക് എല്ലാം അങ്ങോട്ട് പറയേ. എന്തെങ്കിലും നുണ പറയായിരുന്നോ? വാപ്പ ഗൾഫിലാണെന്നോ അങ്ങനെ എന്തെങ്കിലും? നിങ്ങൾ വൈകുന്നേരം ഒന്നും ആകാൻ നിൽക്കണ്ട. അപ്പൊ തന്നെ അങ്ങോട്ട് പോയിക്കോളി. അവര് ചോദിച്ചാലേ ഞാൻ എന്തെങ്കിലും നുണ പറയാ. എനിക്ക് നിങ്ങളെ പോലെ നുണ പറയാൻ ഒരു മടിയില്ല. നീ വാപ്പ അമ്മ എന്നുള്ള ബന്ധവും പറഞ്ഞിട്ടേ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. താത്ത, എന്താ കാട്ടണ്? ആ, റംലേ, എന്താണ് നീ പിന്നെയും വന്ന്? ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നതാണോ. കുറച്ച് നേരത്തെ ആരാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാർന്ന്? പർദ്ദയൊക്കെ ഇട്ടിട്ട് കരഞ്ഞിട്ടാണല്ലോ പോയാർന്ന്. അവര് പോയോ? അതെന്താ അവരെന്റെ അടുത്ത് പറയാണ്ട് പോയി? ആരാ അത്? ആ, അത് മരുമകളുടെ ഉമ്മയടി. അവളെ കാണാൻ വേണ്ടിട്ട് വന്നതാണ് അവര്. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം ഉമ്മയല്ലേ. മക്കളെ കാണാണ്ടിരിക്കാൻ പറ്റുമോ അവർക്ക്? ആ, അപ്പൊ അതാണല്ലേ ഇവളുടെ ഉമ്മ. ആ, അങ്ങനെ വരട്ടെ. എന്താണ്, അവര് നിനക്കറിയോ? ഏ, അവരുടെ പരിചയമൊന്നുമില്ല. പക്ഷെ ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. എവിടുന്ന്? ഇവരെന്റെ അമ്മായിന്റെ വീട്ടിൽ പണിക്കൊക്കെ വരലുണ്ട്. വീട്ടുപണിക്ക്. ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങോട്ട് പോയപ്പോ പിന്നെ അങ്ങനെ കണ്ടിട്ടുണ്ടേ. അവരൊരു പാവം പിടിച്ച സ്ത്രീയാണോ. അവർക്ക് സ്വന്തമായിട്ട് വീടോ സ്ഥലമോ ഒന്നുമില്ല അത്രേ. വാടകയ്ക്കാ കഴിയണതേ. അതും ചെറിയൊരു വീടാത്രേ. അമ്മായി പറഞ്ഞിട്ടാട്ടോ ഞാനതൊക്കെ അറിയണത്. ഒരു നേരം തിന്നാനും കുടിക്കാനും കൂടി ഇല്ലാത്തവരാണത്രേ. അവിടെ അമ്മായിന്റെ വീട് കൂടാണ്ടേ അടുത്തുള്ള 3-4 വീട്ടിലും കൂടി പണിക്ക് പോകണ്ട് തോന്നണോ. അത്രയും ഇല്ലാത്തവരാണ്. എന്താ കാട്ടണ്, ഓരോരുത്തരുടെ തലയിലെഴുത്തേ. അല്ലാണ്ട് എന്താ പറയുക. അമ്മായി എന്നിട്ട് അവിടെ ബാക്കി വരുന്ന ചോറും കൂട്ടാനും ഒക്കെ കൊടുത്തയക്കും അത്രേ. അതൊക്കെ കൊണ്ടുപോവും ചെയ്യുമെന്ന്. പാവം, കിട്ടിയതായില്ലേ പറഞ്ഞിട്ടേ. പണിക്ക് പോണ കാര്യമൊക്കെ എൻ്റെ അടുത്തും പറഞ്ഞായിരുന്നു. ഇവര് പണിക്ക് പോയിട്ട് കുടുംബം കഴിയണമെന്നൊക്കെ. പക്ഷെ ഇത്രയ്ക്ക് ദരിദ്രയാണെന്ന് ഞാനും അറിഞ്ഞില്ല കേട്ടോ. ഞാൻ അവരിനെ ഇവിടെ കണ്ടപ്പോഴേ നിങ്ങൾ പണിക്ക് വിളിച്ചിട്ടുണ്ടാവുന്ന വിചാരിച്ചതേ. അപ്പൊ മരുമകളൊക്കെ വന്നതല്ലേ, ഇപ്പൊ ഒരു സഹായത്തിന് വിളിച്ചതായിരിക്കും എന്നാ ടോളിയും വിചാരിച്ചത്. പക്ഷെ അവര് കരഞ്ഞിട്ട് പോണ കണ്ടപ്പോ എന്താന്ന് അറിയാൻ വേണ്ടി വന്നതാ ഞാന്. കരഞ്ഞിട്ടാ പോണ കണ്ടെന്നിട്ട്? പോണത് ഞാനും കണ്ടില്ലേ. ഞാൻ മകളുടെ അടുത്ത് ഒരു ദിവസം നിൽക്കാൻ വേണ്ടി വന്നതെന്നല്ലേ വിചാരിച്ചത്. ആന്നോ, കരഞ്ഞിട്ട് തന്നെ പോയതേ. തേങ്ങി തേങ്ങി കരഞ്ഞായിരുന്നു. ഫസീല, നിന്റെ ഉമ്മ എവിടെ? ഉമ്മ പോയി. അതെന്താ എൻ്റെ അടുത്ത് പറയാണ്ട് പോയി? അത് വാപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വാ പറഞ്ഞിട്ടേ. അതാ വേഗം പോയത്. എന്താണെങ്കിലും എന്താണ്, ഒന്ന് പറഞ്ഞിട്ട് വേണ്ടേ പോകാന്?
ഞാൻ ഉമ്മാനെ അവിടെയൊക്കെ നോക്കിയേ, പക്ഷെ ഉമ്മാനെ എവിടെയും കണ്ടില്ല. എന്താ കാണാണ്ട്? ഞാൻ അടുക്കളയിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഉമ്മ വാപ്പ വിളിച്ചിട്ട് പോയത് തന്നെയാണോ? അതോ നീ ഇറക്കി വിട്ടതോ? എന്തമ്മ അങ്ങനെയൊക്കെ പറയണ്? പിന്നെ ഞാൻ എങ്ങനെ പറയണ്ട്? നിന്റെ അമ്മ കരണ്ട് അത്ര പോയായിരുന്നു. നീ ഒന്നും പറയാണ്ട് വെറുതെ കരണ്ട് പോകാൻ നിന്റെ അമ്മക്ക് തലയ്ക്ക് എന്താ വല്ല പ്രശ്നമുണ്ടോ? നീ ഇപ്പൊ ഈ വീട്ടിലത്തെ ആളായി പറഞ്ഞിട്ടേ സ്വന്തം ഉമ്മാനും വാപ്പാനും തള്ളി പറയാൻ പാടുണ്ടോ? പണം ഇന്ന് വരും നാളെ പോകും. അതുപോലെയാണ് ഉമ്മയും വാപ്പയും. നിന്നെ ഒന്നില്ലെങ്കിൽ 10 മാസം ചുമന്ന് പ്രസവിച്ചതല്ലേ, ആ ഒരു സ്നേഹമെങ്കിലും കാണിക്കണ്ടേ? വെറുതെ അല്ലേ നിന്റെ അമ്മ വന്നപ്പോ നിന്റെ മുഖം വലിയ തെളിച്ചില്ലാണ്ടിരുന്നത്. ഞാനൊക്കെ ശ്രദ്ധിക്കണ്ടായിരുന്നു. എന്റെ മകനെ നിന്നെ ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നതാ. നീ ഇങ്ങോട്ട് വന്ന് കേറിയപ്പോഴേ നിന്റെ കുടുംബം ഏതാ, നിങ്ങൾ എങ്ങനത്തെ ആൾക്കാരാ, സ്വത്തുണ്ടോ മുതലുണ്ടോ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. എന്റെ മകനക്ക് ഇഷ്ടപ്പെട്ടിട്ട് കൂട്ടിയിട്ട് വന്നു. അപ്പൊ ഞാൻ നിന്നെ സ്നേഹിക്കുകയും ചെയ്യും, സ്വന്തം മകളായിട്ട് കാണുകയും ചെയ്യും. അല്ലാണ്ട് നിന്റെ വാപ്പാനും ഇമ്മാനെയും കണ്ടതുകൊണ്ടോ നിന്റെ കുടുംബം കണ്ടതുകൊണ്ടോ ദാരിദ്ര്യം കണ്ടതുകൊണ്ടോ ഒന്നും അതില്ലാണ്ടാവില്ല. അതൊക്കെ നിന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ഉമ്മാനെ വിളിച്ചിട്ടേ നാളെ ഇങ്ങോട്ട് വരാൻ പറയേ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിന് അവന്റെ അടുത്തൊന്നും ഫോണില്ല. ഓ, ഇപ്പൊ കള്ളി വെളിച്ചത്തായി. അപ്പൊ നിന്റെ വാപ്പ വിളിച്ചിട്ട് അമ്മ പോയി എന്ന് പറഞ്ഞതേ നോണ തന്നെയാണ് അല്ലേ? എങ്ങനെ നന്നു കേട്ടോ നിന്റെ സ്വഭാവം. നീയേ ജീവിതം തുടങ്ങാൻ പോണുള്ളൂ. ആരൊക്കെ ഉണ്ട് പറഞ്ഞാലും സ്വന്തം ഉമ്മാനും വാപ്പാനും പോലെയൊന്നും ആരും ആവില്ല. ആരൊക്കെ തള്ളി പറഞ്ഞാലും അവസാനം അവരെന്നെ ഉണ്ടാവും ചെയ്യുള്ളൂ. നിന്റെ മക ആരാന്റെ വീട്ടിൽ അടുക്കള പണി തന്നെയാണ്. എന്താ അതിന് കുഴപ്പം? ഈ കഴിഞ്ഞ 3-4 കൊല്ലായിട്ട് അതിന് പോയിട്ട് തന്നെയല്ലേ നിങ്ങളെയൊക്കെ തീറ്റിപ്പോറ്റിയത്. എല്ലാ പണിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. നിന്റെ ഉമ്മ കക്കാനും മോഷ്ടിക്കാനും നല്ലല്ലോ പോയത്. ഇങ്ങനെയാണ് നിന്റെ സ്വഭാവമെങ്കിലേ അത് മാറ്റണായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇത്തിരി നീ ബുദ്ധിമുട്ടും.